നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അഭിനയകലയിലെ വിസ്മയം എന്നതിലുപരി മഹാനായ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു പ്രേം നസീർ എന്ന് മന്ത്രി പറഞ്ഞു. മലയാള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഇതിഹാസം, നമ്മുടെ നിത്യഹരിത നായകൻ പത്മഭൂഷൺ പ്രേം നസീറിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാടായ ചിറയൻകീഴ് ഒരുങ്ങുന്ന സ്മാരക സമുച്ചയത്തിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അഭിനയകലയിലെ വിസ്മയം എന്നതിലുപരി വലിയൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു പ്രിയപ്പെട്ട പ്രേം നസീർ. പ്രേം നസീറിനുള്ള ആദരസൂചകമായി വരും തലമുറകൾക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകളെ അടുത്തറിയാൻ ഈ മന്ദിരം ഒരു വലിയ വഴികാട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെമ്പാടുള്ള മലയാളികൾ ഹൃദയത്തിലെത്തിയ ആ വലിയ കലാകാരന് ഉചിതമായ ഒരു സ്മാരകം വേണമെന്ന് പ്രിയപ്പെട്ട വി ശശി MLA-യുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമാണ് ഇന്ന് ഈ വേളയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ഈ സ്വപ്ന പദ്ധതി ഇന്ന് പൂർത്തീകരണത്തിന്റെ സുപ്രധാനമായ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഏകദേശം 5,40,00,000 രൂപ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ സമുച്ചയത്തിനായി നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ വി ശശി വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകിയത്. ഒന്നാം ഘട്ട നിർമ്മാണത്തിനായി സാംസ്കാരിക വകുപ്പിൽ നിന്ന് 1.32 കോടി രൂപയും MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.58 കോടി രൂപയും ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2.50 കോടി രൂപ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആ പണവും നൽകുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമുച്ചയത്തിന്റെ ഭാഗമായി പ്രേം നസീർ എന്ന നടന്റെ അനശ്വര മുഹൂർത്തങ്ങൾ കോർത്തിറങ്ങിക്കൊണ്ട് ഒരുക്കുന്ന എക്സിബിഷൻ മലയാള സിനിമയുടെ സുവർണകാലത്തെ പുനരാവിഷ്കരിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കലയും സംസ്കാരവും ജനജീവിതത്തിന്റെ ഭാഗമായി നിലനിർത്തുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സ്മാരകം. ചിറയൻകീഴിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വി ശശി MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ, ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ സാംസ്കാരിക സമുച്ചയം കേവലം ഒരു കെട്ടിടമല്ല, മറിച്ച് വരും തലമുറയ്ക്ക് സിനിമയെ പഠിക്കുവാനും സംസ്കാരത്തെ തൊട്ടറിയുവാനുമുള്ള ഒരു വിദ്യാലയമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 9 ഉത്തരവ് പ്രകാരം സ്മാരകത്തിന്റെ നടത്തിപ്പ് ചുമതല, മേൽനോട്ടം, പരിപാലനം എന്നിവ നിർവഹിക്കുന്നതിന് കേരള ചലച്ചിത്ര അക്കാദമിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്മാരക നിർമ്മാണത്തിനായി സാംസ്കാരിക വകുപ്പിന് അനുവദിച്ചിട്ടുള്ള സ്ഥലത്തിന്റെയും അതിലെ വസ്തുവകകളുടെയും സംരക്ഷണ ചുമതലയും സ്മാരക നിർമ്മാണ മേൽനോട്ടവും 2021 ഡിസംബർ 6 ഉത്തരവ് പ്രകാരം ചലച്ചിത്ര അക്കാദമിയെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2021 ജൂലൈ 21 ചേർന്ന ചലച്ചിത്ര അക്കാദമിയുടെ 60ാം ജനറൽ കൗൺസിൽ സ്മാരകവുമായി ബന്ധപ്പെട്ട് അക്കാദമിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് സാംസ്കാരിക വകുപ്പിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും 4 പദ്ധതികളാണ് അക്കാദമി പ്രപ്പോസലായി സമർപ്പിച്ചത്. നിരന്തരമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മധുസാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മധുസാർ പറഞ്ഞൊരു കാര്യം വെച്ചു, കാരണം കൂടെയുള്ള പലരും മരിച്ചുപോയി, പക്ഷെ ഞാൻ TV-യിൽ കാണുമ്പോൾ TV-യിൽ നിർത്തി. പക്ഷേ എന്നോടൊപ്പം ഉണ്ടാകുന്ന പലരും ഇല്ലാതായി. ഓരോ മനുഷ്യനും നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദനകൾ നമ്മൾ അറിയുന്നുണ്ട്. പ്രേം നസീറിനെ കുറിച്ച് എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യം MT സാർ പറഞ്ഞ ഒരു കാര്യമാണ്. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഏറ്റവും ഗംഭീരമായിട്ട് ആഗ്രഹിച്ച് വളരെ കൃത്യമായിട്ട് സിനിമ എന്ന മീഡിയത്തിലേക്ക് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ മനോഹരമായ വ്യത്യസ്തമായ ചലച്ചിത്രങ്ങൾ ഉണ്ടാവണമെന്നും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. MT സാറിന്റെ അടുത്ത് MT സാറിന്റെ സിനിമകളിൽ സജീവമായിട്ട് മുറപ്പെണ്ണ പോലെയും ഇരുട്ടിന്റെ ആത്മാവ് പോലെയും നഗരമേ നന്ദി പോലെയുള്ള പല ചലച്ചിത്രങ്ങളിലും എല്ലാം നിഴലാട്ടം പോലെയുള്ള വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ പലപ്പോഴും മലയാള സിനിമ
ഒരേ വട്ടത്തിൽ കറക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും മറന്നു പോകുന്നില്ല. പക്ഷേ എന്തൊക്കെയായാലും മലയാള ചലച്ചിത്രമുള്ളിടത്തോളം കാലം, മലയാളിയുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു പേര് തന്നെയാണ്, മഹാനടൻ തന്നെയാണ് പ്രേം നസീർ. ആ പ്രേം നസീറിനെ ഓർത്തുകൊണ്ട് ഇവിടെ ഒരു സാംസ്കാരിക സമുച്ചയം ഈ സർക്കാർ ചെയ്യുന്നു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം അതൊരു വലിയ പ്രവൃത്തിയുടെ തുടർച്ചയാണ്. സാംസ്കാരിക വകുപ്പിൽ നിന്ന് 1,32,00,000 രൂപയും വി ശശി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,58,00,000 രൂപയും വിനിയോഗിച്ചാണ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. 2,50,00,000 രൂപയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള ഒരു നീന്തൽ പരിശീലന കേന്ദ്രം, ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ സ്വിമ്മിംഗ്, യോഗ, സൂംബ, എയറോബിക്സ്, ഡാൻസ് പരിശീലന കേന്ദ്രം. കൂടാതെ 200ഓളം പേർക്ക് ഒത്തുചേരാൻ കഴിയുന്ന മിനി AC കോൺഫറൻസ് ഹാളും ഇവിടെ സജ്ജമാണ്. ബ്ലൂ വേവ്സ് സ്വിമ്മിംഗ് പൂൾ, PWD റെസ്റ്റ് ഹൗസ് റോഡ്, TB ജംഗ്ഷൻ, ആറ്റിങ്ങൽ.